ദ മുസ്ലിം ലീഗ് സ്റ്റോറി ഉരുൾ കവർന്ന സ്വപ്നങ്ങൾക്ക് നൽകിയ പുതുജീവൻ. പ്രളയം സർവ്വതം കവർന്നെടുത്ത വയനാടിൻ്റെ മണ്ണിൽ കരുതലിൻ്റെയും അതിജീവനത്തിൻ്റെയും പുതിയ ചരിത്രം രചിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന 105 വീടുകളിൽ നിർമ്മാണം പൂർത്തിയായ 51 സ്നേഹഭവനങ്ങളുടെ താക്കോൽദാനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഇനി ഈ സ്നേഹഭവനങ്ങളിൽ അവർ സമാശ്വാസത്തോടെ അന്തിയുറങ്ങും. തൃക്കൈപ്പറ്റ വെള്ളിത്തോടുള്ള പ്രൊജക്ട് സൈറ്റിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി MP മുഖ്യാതിഥിയായി. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. പുതിയ വീടുകളുടെ സമർപ്പണത്തിന് സാക്ഷ്യം വഹിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് വെള്ളിത്തോട്ടേക്ക് ഒഴുകിയെത്തിയത്. മുട്ടിൽ മേപ്പാടി സംസ്ഥാന പാതയോട് ചേർത്താണ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും കൂടിയ ഈ ടൗൺഷിപ്പ് ഒരുക്കിയിട്ടുള്ളത്. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ വീടുകൾ വേണമെന്ന ഗുണഭോക്താക്കളുടെ ആവശ്യം പ്രത്യേകം പരിഗണിച്ചാണ് വെള്ളിത്തോട് പ്രദേശത്ത് 11.22 ഏക്കർ ഭൂമി 14.13 കോടി രൂപ ചെലവഴിച്ച് പദ്ധതിക്കായി മുസ്ലിം ലീഗ് വാങ്ങിയത്. 8 സെന്റിൽ 1060 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾ, 2 ബാത്റൂമുകൾ, അടുക്കള, ഡൈനിങ് ഹാൾ, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട് എന്നീ സൗകര്യങ്ങളുമുണ്ട്. മുറ്റം ഇഷ്ടിക പാകി മനോഹരമാക്കിയിട്ടുണ്ട്. മുൻവശത്ത് 7 മീറ്റർ വീതിയിൽ ടൈൽ പാകിയ റോഡുകളുമുണ്ട്. വീടുകൾക്കൊപ്പം ആവശ്യമായ ഫർണിച്ചറുകളും മുസ്ലിം ലീഗ് സൗജന്യമായി നൽകുന്നുണ്ട്. ഓരോ വീട്ടുടമയ്ക്കും ആവശ്യമെങ്കിൽ ഭാവിയിൽ മുകളിലേക്ക് വീട് ഉയർത്താൻ ആവശ്യമായ ശക്തമായ തറബലത്തോടെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. വീടുകളിലേക്ക് ആവശ്യമായ ശുദ്ധജലത്തിനായി കിണർ കുഴിച്ച് കൂറ്റൻ ടാങ്കും സജ്ജീകരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹാൾ, കുട്ടികൾക്കായുള്ള പാർക്ക്, അംഗനവാടി എന്നിവയ്ക്ക് ആവശ്യമായ സ്ഥല സൗകര്യം ഈ ഭവന സമുച്ചയത്തിലുണ്ട്. ഇതിനു പുറമെ സർവ്വമത സാഹോദര്യത്തിന്റെ മാതൃകയായി ഒരു ശിവക്ഷേത്രവും ക്രിസ്ത്യൻ പള്ളിയും മസ്ജിദുകളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഈ ടൗൺഷിപ്പിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ചുരൽമല ദുരന്ത ബാധിതർക്ക് വേണ്ടി മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയിട്ടുള്ള വീടുകളുടെ അതിൻ്റെ സമർപ്പണമാണ് ഇന്ന് നടക്കുന്നത്. 105 വീടുകളാണ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ 51 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൻ്റെ താക്കോൽദാനമാണ് ഇന്ന് നടക്കുന്നത്. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം ഇതിന് ഉണ്ടായിട്ടുണ്ട്. ക്രൗഡ് ഫണ്ടിങ് നല്ല വിജയമായിരുന്നു. എല്ലാ നല്ല നിർമ്മാണ സാമഗ്രികളും ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള ശൈലിയിൽ തന്നെയാണ് ഓരോ വീടും നിർമ്മിച്ചിട്ടുള്ളത്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് നമ്മൾ വീടുകൾ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് കൈമാറും. ഇനിയും വേണം നമ്മുടെ കരുതൽ എന്ന സന്ദേശം ഉയർത്തി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ജനകീയ ധനസമാഹരണം പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നൽകിയ 51 വീടുകൾക്ക് പുറമെ ബാക്കി വരുന്ന 54 വീടുകളുടെ നിർമ്മാണവും ഈ പദ്ധതി പ്രദേശത്ത് അതിവേഗം പുരോഗമിക്കുകയാണ്. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് താങ്ങായി മാറിയ ഈ സ്നേഹഭവനങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിലെ തന്നെ തിളക്കമുള്ള ഒരേടായി മാറുകയാണ്.